നമസ്കാരം. ഭാരതത്തിന്റെ ആഭ്യന്തര സുരക്ഷയെയും പരമാധികാരത്തെയും സ്വന്തം വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനായി കോൺഗ്രസ് എത്രത്തോളം ക്രൂരമായി പണയപ്പെടുത്തിയെന്ന് വ്യക്തമാക്കുന്ന വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. പല്ല് ഞെരിച്ചുകൊണ്ടല്ലാതെ ഓരോ ഇന്ത്യക്കാരനും ഇത് കേട്ടിരിക്കാൻ കഴിയില്ല. UPA ഭരണകാലത്ത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൽ ഇന്റേണൽ സെക്യൂരിറ്റി വിഭാഗം അണ്ടർ സെക്രട്ടറി ആയിരുന്ന RVS മണി ANI എഡിറ്റർ സ്മിത പ്രകാശ് നൽകിയ പോഡ്കാസ്റ്റ് അഭിമുഖത്തിൽ നടത്തിയ തുറന്നു പറച്ചിലുകൾ കോൺഗ്രസിന്റെ രാജ്യവിരുദ്ധ മുഖം ജനങ്ങൾക്ക് മുന്നിൽ പൂർണ്ണമായും തുറന്നു കാട്ടുന്നു. രാജ്യത്തെ നടുക്കിയ 26/11, അതായത് നവംബർ 26 മുംബൈ ഭീകരാക്രമണം കോൺഗ്രസും പാകിസ്ഥാന്റെ ISIയും തമ്മിലുള്ള ഒത്തുകളിയായിരുന്നുവെന്ന അദ്ദേഹത്തിന്റെ ആരോപണം കേട്ട് ഭാരത ജനത ഇന്ന് അമ്പരപ്പോടെയും രോഷത്തോടെയുമാണ് നിൽക്കുന്നത്. സ്വന്തം രാജ്യത്തെ പൗരന്മാരെയും ലോകത്തിലെ ഏറ്റവും സഹിഷ്ണുതയുമുള്ള ഹിന്ദു സമൂഹത്തെയും ലോകത്തിന് മുന്നിൽ ഭീകരവാദികളായി ചിത്രീകരിക്കാൻ ശത്രു രാജ്യത്തിന്റെ രഹസ്യാന്വേഷണ ഏജൻസിയായ ISIയുമായി പോലും കൈകോർക്കാൻ കോൺഗ്രസ് തയ്യാറായി എന്നത് അവരുടെ രാഷ്ട്രീയ ജീർണതയുടെ പരകോടിയാണ് കാണിക്കുന്നത്. ദേശസ്നേഹികളുടെ രക്തത്തിന് വില പറഞ്ഞവർക്ക് ചരിത്രം ഒരിക്കലും മാപ്പ് നൽകില്ല. ഈ സത്യാവസ്ഥകൾ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത് ഓരോ പൗരന്റെയും ധർമ്മമാണ്. പ്രതിരോധ മേഖലയിലും ആഭ്യന്തര സുരക്ഷയിലും ഇന്ന് രാജ്യം കൈവരിച്ച നേട്ടങ്ങൾ കോൺഗ്രസിന്റെ ഭരണകാലവുമായി താരതമ്യം ചെയ്യുമ്പോൾ എത്രയോ മുകളിലാണ്. ശത്രുവിനെ നെഞ്ചുറപ്പോടെ നേരിടാൻ നമ്മുടെ പുതിയ നയങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ഭീകരതയുടെ വിത്ത് വിതച്ചവർക്കെതിരെ ഇന്ന് രാജ്യം ശക്തമായ നിലപാടുകളുമായി മുന്നോട്ടു പോകുമ്പോൾ ഇത്തരം പഴയകാല സത്യങ്ങൾ പുറത്തു വരുന്നത് നമ്മുടെ ജാഗ്രത വർദ്ധിപ്പിക്കാൻ സഹായിക്കും. 2008 നവംബർ 26 മുംബൈ നഗരത്തിൽ പാക് ഭീകരർ ചോരപ്പുഴ ഒഴുക്കിയപ്പോൾ അതിനെ ഹിന്ദു ഭീകരവാദം എന്ന് വരുത്തി തീർക്കാനായിരുന്നു കോൺഗ്രസിന്റെയും പാകിസ്ഥാന്റെയും ശ്രമം. അജ്മൽ കസബിന്റെ കയ്യിൽ ചുവന്ന രക്ഷാചരട് കെട്ടിച്ചും കള്ള ഐഡന്റിറ്റി കാർഡുകൾ നൽകിയും അവനെ ഒരു ഹിന്ദു യുവാവായി ചിത്രീകരിക്കാൻ അവർ പദ്ധതിയിട്ടിരുന്നു. എന്നാൽ സ്വന്തം ജീവൻ ബലി നൽകി മുംബൈ പോലീസ് ASI തുകാരാം ഓംബ്ലെ ആ പാക് ഭീകരനെ ജീവനോടെ പിടികൂടിയതോടെ കോൺഗ്രസിന്റെയും ISIയുടെയും ഗൂഢാലോചന പൂർണ്ണമായും പാളുകയായിരുന്നു. ഒരുപക്ഷെ അന്ന് കസബിനെ ജീവനോടെ പിടികൂടിയില്ലായിരുന്നുവെങ്കിൽ കോൺഗ്രസ് നേതാക്കൾ ഇന്ന് ആ ആക്രമണത്തെ പൂർണ്ണമായും ഹൈന്ദവ സംഘടനകളുടെ തലയിൽ കെട്ടിവെക്കുമായിരുന്നു. RVS മണി വ്യക്തമാക്കുന്നത് പോലെ മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക രേഖകളിലോ ഫയലുകളിലോ ഹിന്ദു ഭീകരവാദം എന്നൊരു പരാമർശം പോലും ഇല്ലായിരുന്നു. 2006 കോൺഗ്രസ് നേതാവ് ദിഗ്വിജയ് സിംഗ് ഹിന്ദു ഭീകരവാദവുമായി ബന്ധപ്പെട്ട കേസുകൾ കണ്ടെത്താൻ ആവശ്യപ്പെട്ടപ്പോൾ അത്തരത്തിലുള്ള ഒരു കേസും നിലവിലില്ലെന്ന് താൻ വ്യക്തമാക്കിയതായി മണി സാക്ഷ്യപ്പെടുത്തുന്നു. എന്നിട്ടും ഹിന്ദുക്കളെ അപകീർത്തിപ്പെടുത്താൻ ഈ കള്ളക്കഥ കോൺഗ്രസ് നിരന്തരം പ്രചരിപ്പിച്ചു. രാജ്യത്തിന്റെ സുരക്ഷയേക്കാൾ അവർക്ക് വലുത് ഇവിടുത്തെ ഭൂരിപക്ഷ ജനവിഭാഗത്തെ അപമാനിക്കലായിരുന്നു. കോൺഗ്രസ് തങ്ങളുടെ രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാൻ എങ്ങനെയൊക്കെ കള്ളക്കേസുകൾ കെട്ടിച്ചമച്ചു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മാലേഗാവ് സ്ഫോടന കേസ്. സാധ്വി പ്രജ്ഞാ സിംഗ് ഠാക്കൂർ, ലഫ്റ്റനന്റ് കേണൽ പ്രസാദ് പുരോഹിത്, മേജർ രമേശ് ഉപാധ്യായ എന്നിവർക്കെതിരെ നടന്ന നടപടികളെല്ലാം മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു വലിയ തിരക്കഥയുടെ ഭാഗമായിരുന്നുവെന്ന് മുൻ അണ്ടർ സെക്രട്ടറി വെളിപ്പെടുത്തുന്നു. രാജ്യത്തിനു വേണ്ടി സേവനമനുഷ്ഠിച്ച സൈനിക ഉദ്യോഗസ്ഥരെ പോലും കള്ളക്കേസിൽ കൊടുക്കാൻ കോൺഗ്രസിന് മടിയുണ്ടായിരുന്നില്ല. ഇന്ത്യൻ സൈന്യത്തിൽ ഉയർന്ന പദവികളിലേക്ക് കേണൽ പുരോഹിത് എത്തുന്നത് പാകിസ്ഥാൻ ആഗ്രഹിച്ചിരുന്നില്ല. പാകിസ്ഥാന്റെ ആ താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണ് കോൺഗ്രസ് സർക്കാർ അദ്ദേഹത്തെ ജയിലിൽ അടച്ചതും പീഡിപ്പിച്ചതും. ഇസ്രത്ത് ജഹാൻ എൻകൗണ്ടർ കേസ് ഉയർത്തിക്കൊണ്ടുവന്ന് അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രി നരേന്ദ്രമോദിയെയും അമിത്ഷായെയും കൊടുക്കാൻ കോൺഗ്രസ് നിരന്തരം സമ്മർദ്ദം ചെലുത്തിയിരുന്നതായി മണി തുറന്നടിക്കുന്നു. ദേശീയ സുരക്ഷയേക്കാൾ സ്വന്തം രാഷ്ട്രീയ ശത്രുക്കളെ നശിപ്പിക്കുക എന്നതായിരുന്നു കോൺഗ്രസിന്റെ ഏക ലക്ഷ്യം. അധികാരം നിലനിർത്താൻ ഏത് കൊടുംചതിക്കും മടിക്കാത്ത പാർട്ടിയാണ് തങ്ങളെന്ന് അവർ ഓരോ തവണയും തെളിയിച്ചുകൊണ്ടിരുന്നു. മുംബൈ ആക്രമണവുമായി ബന്ധപ്പെട്ട് RVS മണി ഉയർത്തിയ ഏറ്റവും ഗുരുതരമായ ആരോപണങ്ങളിലൊന്ന് ഈ ആക്രമണത്തിന് മുന്നോടിയായി ഭീകരർ ഉപയോഗിച്ച ബോട്ട് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടും അതിനെ അവഗണിച്ചു എന്നതാണ്. ഇതിനു പുറമെ ആക്രമണം ആരംഭിച്ചതിനു ശേഷം മുംബൈയിലേക്ക് NSG കമാൻഡോകളെ അയക്കുന്നതിലും ഏകദേശം 2 മണിക്കൂറോളം വലിയ വീഴ്ച വരുത്തി. ആ 2 മണിക്കൂർ വൈകിയത് കൊണ്ട് മാത്രം എത്രയോ നിരപരാധികളായ സാധാരണക്കാരുടെയും സൈനികരുടെയും വിലയേറിയ ജീവനുകളാണ് അവിടെ പൊലിഞ്ഞത്. ഇതിലും വലിയ എന്ത് രാജ്യദ്രോഹമാണ് കോൺഗ്രസ് സർക്കാർ ഭാരതത്തോട് കാണിക്കേണ്ടത്? ഇതിന്റെ ഉത്തരവാദികൾക്ക് അർഹിക്കുന്ന ശിക്ഷ ഇപ്പോഴും ലഭിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇത് മാത്രമല്ല, പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീം കോച്ചായിരുന്ന ബോബ് വൂൾമറുടെ കൊലപാതകത്തിന് പിന്നിൽ പാക് കളിക്കാരുടെ മയക്കുമരുന്ന് കടത്തിനെ കുറിച്ചുള്ള അന്വേഷണമായിരുന്നുവെന്നും അദ്ദേഹം വെളിപ്പെടുത്തുന്നു. ഇന്നും ഇന്ത്യയിലെ യുവതലമുറയെ തകർക്കാൻ
പാക് ISI വലിയ തോതിൽ മയക്കുമരുന്ന് കടത്ത് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ അറിഞ്ഞിട്ടും അതിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കാൻ കോൺഗ്രസ് ഭരണകൂടം തയ്യാറായില്ല എന്നത് ഏവരെയും ഞെട്ടിക്കുന്നു. രാഹുൽ ഗാന്ധി ലഷ്കർ-ഇ തൊയ്ബയേക്കാൾ വലിയ ഭീഷണി ഹിന്ദു സംഘടനകളാണെന്ന് മുൻപ് US പ്രതിനിധിയോട് വ്യക്തമാക്കിയിട്ടുള്ളതായി RVS മണി ഓർമ്മിപ്പിക്കുന്നു. സ്വന്തം രാജ്യത്തിലെ ഭൂരിപക്ഷ സമൂഹത്തെ ഇത്രയധികം വെറുക്കുന്ന ഒരു നേതൃത്വമായിരുന്നു മുൻപ് രാജ്യം ഭരിച്ചിരുന്നത്. രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി ആഭ്യന്തര സുരക്ഷാ ഏജൻസികളെ ദുരുപയോഗം ചെയ്യുകയും അതിർത്തി സുരക്ഷ അവഗണിക്കുകയും ചെയ്ത കോൺഗ്രസിന്റെ കറുത്ത നാളുകളിൽ നിന്നും ഭാരതം ഇന്ന് ഒരുപാട് മുന്നോട്ട് പോയിരിക്കുന്നു. ഭാരതത്തിന്റെ സുരക്ഷയിൽ ഒട്ടും ഒത്തുതീർപ്പില്ലാത്ത നരേന്ദ്രമോദി സർക്കാരിന്റെ ഇച്ഛാശക്തിക്ക് കീഴിൽ ഇന്ന് നമ്മുടെ അതിർത്തികളും ആഭ്യന്തര സുരക്ഷയും പൂർണ്ണമായും ഭദ്രമാണ്. സൈന്യത്തെ ആധുനികവൽക്കരിക്കാനും ശത്രു രാജ്യങ്ങളുടെ എല്ലാവിധ കടന്നുകയറ്റങ്ങളെയും പ്രതിരോധിക്കാനും ഇന്ന് ഭാരതം സുസജ്ജമാണ്. വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി രാജ്യദ്രോഹികളുമായി കൈകോർത്ത കോൺഗ്രസിന്റെ നെറികെട്ട രാഷ്ട്രീയത്തെ ജനങ്ങൾ എന്നേക്കുമായി തള്ളിക്കളയുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഈ വെളിപ്പെടുത്തലുകൾ ഭാരതത്തിന്റെ മുൻകാല ഭരണാധികാരികളുടെ കൊടിയ വഞ്ചനയെയാണ് തുറന്നു കാട്ടുന്നത്. കോൺഗ്രസ് ഭരിച്ചിരുന്ന അക്കാലത്ത് രാജ്യത്ത് നടന്ന ഒട്ടുമിക്ക സ്ഫോടനങ്ങളിലും ഭീകരാക്രമണങ്ങളിലും ഇത്തരം രാഷ്ട്രീയ ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ടെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. രാജ്യത്തെ ജനങ്ങളെ കബളിപ്പിച്ച് ഭീകരരെ സംരക്ഷിക്കുകയും അവരെ നിരപരാധികളാക്കി ചിത്രീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്ത ചരിത്രമാണ് അവരുടേത്. ഒരു ജനാധിപത്യ രാജ്യത്ത് സംഭവിക്കാൻ പാടില്ലാത്ത തരത്തിലുള്ള കൊടും ചതിയാണ് അധികാരം നിലനിർത്താൻ വേണ്ടി കോൺഗ്രസ് ചെയ്തത്. ഭാരതത്തിലെ ഹിന്ദു സമൂഹത്തെ ലോകത്തിന് മുന്നിൽ അപകീർത്തിപ്പെടുത്താൻ അവർ വിദേശ ശക്തികളുമായി ചേർന്ന് നെയ്തെടുത്ത കള്ളക്കഥകൾ ഇന്ന് ഓരോന്നായി ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീഴുന്നു. കോൺഗ്രസിന്റെ തനി നിറം ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു എന്നതിന്റെ തെളിവാണ് അവർക്ക് തുടർച്ചയായി നേരിടേണ്ടി വരുന്ന പരാജയങ്ങൾ. രാജ്യസുരക്ഷയെ വിപണനം ചെയ്ത രാഷ്ട്രീയ നയങ്ങൾക്കെതിരെ ശക്തമായി പ്രതികരിക്കാൻ ഓരോ ഭാരതീയനും കടപ്പെട്ടിരിക്കുന്നു. നമ്മുടെ രാജ്യത്തെ രക്ഷിക്കാൻ രാപ്പകലില്ലാതെ അതിർത്തികളിൽ കാവൽ നിൽക്കുന്ന ജവാന്മാരുടെ ജീവൻ വെച്ച് ഇനി ഒരു രാഷ്ട്രീയ കളിയും അനുവദിക്കില്ല എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം. കോൺഗ്രസിന്റെ നെറികെട്ട വിദേശ നയങ്ങളും ആഭ്യന്തര സുരക്ഷയിലെ പാളിച്ചകളും രാജ്യത്തെ ഒന്നടങ്കം അസ്ഥിരപ്പെടുത്തുന്നതായിരുന്നു. വികസന വിരുദ്ധവും രാജ്യവിരുദ്ധവുമായ ഇത്തരം നിലപാടുകൾ കോൺഗ്രസിന്റെ പ്രതാപകാലത്തു തന്നെ അവരുടെ അന്ത്യത്തിന് തുടക്കം കുറിച്ചു. ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാനും ന്യൂനപക്ഷ പ്രീണനത്തിലൂടെ അധികാരം നിലനിർത്താനും അവർ എത്രത്തോളം താഴാൻ മടിക്കില്ല എന്ന് ഈ പുതിയ ചരിത്ര സത്യങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നു. ആഭ്യന്തര സുരക്ഷാ ഏജൻസികൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകാതെ അവരെ കേവലം രാഷ്ട്രീയ പാവകളാക്കി മാറ്റുകയാണ് കോൺഗ്രസ് ചെയ്തത്. അതിന്റെ ദുരന്ത ഫലം അനുഭവിച്ചത് നമ്മുടെ ധീരരായ സൈനികരും നിരപരാധികളായ ലക്ഷക്കണക്കിന് ജനങ്ങളുമാണ്. സ്വന്തം രാജ്യത്തിലെ നീതിപീഠങ്ങളെയും അന്വേഷണ ഏജൻസികളെയും നോക്കുകുത്തിയാക്കി പാകിസ്ഥാന്റെയും മറ്റ് ശത്രു രാജ്യങ്ങളുടെയും താല്പര്യങ്ങൾ സംരക്ഷിച്ച കോൺഗ്രസ് നേതാക്കളെ ചരിത്രം വിചാരണ ചെയ്യുന്ന കാലമാണിത്. ഈ കള്ളക്കഥകളുടെ ചങ്ങലക്കെട്ടുകളിൽ നിന്നും സ്വതന്ത്രമായ പുതിയ ഭാരതം ഇന്ന് അതിന്റെ ശക്തമായ ചുവടുവെപ്പുകളുമായി മുന്നേറുന്നു. ശത്രുവിനെ ശത്രുവായി കാണാനും അവന് കൃത്യമായ മറുപടി നൽകാനും കായിക ബലവും ബുദ്ധിശക്തിയും സമന്വയിപ്പിച്ചുകൊണ്ട് നമ്മുടെ പുതിയ സൈനിക തന്ത്രങ്ങൾ രൂപപ്പെടുമ്പോൾ ആ ആധുനിക പ്രതിരോധ കോട്ടയിലേക്ക് കല്ലെറിയാൻ ശ്രമിക്കുന്ന കോൺഗ്രസ് രാഷ്ട്രീയം കൂടുതലും ഒറ്റപ്പെടും. RVS മണിയുടെ ഈ ധീരമായ തുറന്നുപറച്ചിൽ അത്തരത്തിലുള്ള ഒരു വലിയ ശുദ്ധീകരണ പ്രക്രിയയ്ക്ക് ആക്കം കൂട്ടുന്നു. നമ്മുടെ രാജ്യത്തെ വിഴുങ്ങാൻ നോക്കിയ ആഭ്യന്തര ശത്രുക്കളുടെ ഈ വലിയ ഗൂഢാലോചനകൾ വെളിച്ചത്ത് കൊണ്ടുവന്നതിലൂടെ ഭാരതീയ ജനതയ്ക്ക് മുന്നിൽ ഒരു വലിയ സത്യമാണ് തെളിഞ്ഞിരിക്കുന്നത്. നാളത്തെ സുരക്ഷിതമായ ഭാരതത്തിനായുള്ള വലിയൊരു ചുവടുവെപ്പായി ഈ തിരിച്ചറിവ് മാറും. അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. മറ്റൊരു പ്രധാന രാഷ്ട്രീയ വിശകലനവുമായി ഞാൻ വീണ്ടും വരാം. നന്ദി.